നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജം എന്ന് പറയുന്ന യൂണിറ്റിലെ 65ാമത്തെ പേജിലുള്ള ആക്ടിവിറ്റി സോൾവിംഗ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 1980 ഡിഗ്രി. ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 1980 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ? ഇതിനേക്കാൾ ഒരു വശം കൂടുതലുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക എന്താണ്? ആൻഡ് ഫോർ എ പോളിഗൺ വിത്ത് വൺ സൈഡ് ലെസ്, ഒരു വശം കുറവായ ബഹുഭുജത്തിലെ കോണുകളുടെ തുക എത്രയാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ആൻസർ. ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം, പിന്നെ മലയാളം മീഡിയം, അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? സം ഓഫ് ദി ആംഗിൾസ്. എത്രയാണ് ഇവിടുത്തെ സം ഓഫ് ദി ആംഗിൾസ്? 1980 ഡിഗ്രി, 1980 ഡിഗ്രിയാണ് ആ ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത്. കോണുകളുടെ തുക 1980 ഡിഗ്രി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ, അല്ലെ ഒരു വശം കൂടുതലായ ബഹുഭുജത്തിലെ കോണുകളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ഒരു വശം കൂടുതലാകുമ്പോൾ ഏതൊരു ബഹുഭുജത്തിലും, ഇത് ശ്രദ്ധിച്ചിരിക്കുക, ഒരു പോയിന്റാണ്, ഏതൊരു ബഹുഭുജത്തിലും ഒരു വശം കൂടുതലാകുമ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ കൂടെ ആഡാവുന്നു. ഒരു ട്രയാങ്കിൾ ആഡാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തം കോണളവ് എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ അവിടെ 180 ഡിഗ്രി ആഡാകും. മനസ്സിലായോ? അപ്പോൾ ഒരു പോളിഗണിൽ ഒരു വശം കൂടുമ്പോൾ അവിടെ എത്ര ഡിഗ്രി ആയിരിക്കും കൂടുന്നത്? 180 ഡിഗ്രി കുറയും. അങ്ങനെയാണെങ്കിൽ ഒരു വശം കുറയുമ്പോൾ അവിടെ 180 ഡിഗ്രി കുറയും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പം എന്താണ്? പോളിഗണിൽ അല്ലെങ്കിൽ ഒരു ബഹുഭുജത്തിൽ ഒരു വശം കൂടുമ്പോൾ 180 ഡിഗ്രി കൂടുന്നു, ഒരു വശം കുറയുമ്പോൾ 180 ഡിഗ്രി കുറയുന്നു. അപ്പോൾ ഇതെങ്ങനെ ആൻസർ വരും? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ. അപ്പം ഇവിടെ മൊത്തം എത്രയാണ് കോണുകളുടെ തുക? 1980 ഡിഗ്രി പ്ലസ് എത്രയാണ്? 180 അല്ലേ? പ്ലസ് ഒരു 180 ഡിഗ്രി ആഡ് ചെയ്യാം. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2160 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അതിൻ്റെ മലയാളം മീഡിയമാണ് താഴെ എഴുതിയിട്ടുള്ളത്. ഒരു വശം കൂടുതലുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക 1980 പ്ലസ് 180 ഈക്വൽ 2160 ഡിഗ്രി. അപ്പോൾ ഒന്നാമത്തെ ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു വശം കുറയണം അല്ലേ? ഒരു വശം കുറയുമ്പം അവിടെ എത്ര ഡിഗ്രിയാണ് കുറയുന്നത്? 180 ഡിഗ്രി കുറയും. നോക്കിയോളൂ. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് ലെസ്. അപ്പം 1980 മൈനസ് 180. അപ്പം 1980 നിന്ന് 180 ഡിഗ്രി നമ്മൾ കുറയ്ക്കുമ്പോൾ 1800 എന്ന് കിട്ടും. അപ്പോൾ ഒരു വശം കുറവായ ബഹുഭുജത്തിലെ കോണുകളുടെ തുക 1980 മൈനസ് 180 1800 ഡിഗ്രി. മനസ്സിലായല്ലോ? കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പം അതുകൊണ്ട് ഞാനത് എഴുതി കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ 27 സൈഡഡ് പോളിഗൺ? 27 വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക എത്രയാണ്? നമ്പർ ഓഫ് സൈഡ്സ് ഇൻ എ പോളിഗൺ. ഒരു പോളിഗണിൽ അല്ലെങ്കിൽ ഒരു ബഹുഭുജത്തിലെ നമ്പർ ഓഫ് സൈഡ്സ് n എന്ന് പറഞ്ഞാൽ ആ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. n എത്രയാണ്? 27. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു ബഹുഭുജത്തിലെ വശങ്ങളുടെ എണ്ണം n എന്ന് പറയുന്നത് എത്രയാണ്? 27. ഇനി സം ഓഫ് ദി ആംഗിൾസിൻ്റെ സം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അത് കാണാതെ പഠിച്ച് വെച്ചേക്കണം. എന്താണ് ഇക്വേഷൻ? n-2 × 180. അപ്പം സം ഓഫ് ദി ആംഗിൾസ്, ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സൈഡ് തന്നിരുന്നാൽ അതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 × 180. അവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ n-2 × 180. ഇവിടെ n എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ 27 - 2 × 180. 27 നിന്ന് 2 നമ്മൾ മൈനസ് ചെയ്താൽ 25 എന്ന് കിട്ടും. അപ്പോൾ 25 × 180 എന്ന് കിട്ടും. 25 കൊണ്ട് 180 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4500 എന്ന് കിട്ടും. 4500 ഡിഗ്രി. അപ്പോൾ 27 വശങ്ങളുള്ള ഒരു പോളിഗണിൻ്റെ ആകെ കോണുകളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ദി ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 4500 ഡിഗ്രി. കോണുകളുടെ തുക n-2 × 180. അപ്പോൾ 27 - 2 × 180 എന്ന് വരും. 27 - 2 ചെയ്യുമ്പോൾ 25. 25 × 180 ചെയ്യുമ്പോൾ 4500 എന്ന് വരും. അപ്പോൾ 25 × 180 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 180നെ നമ്മൾ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതാം? 180 × 25. 5 × 0 0. 5 × 8 എത്രയാണ്? 40. അപ്പോൾ 0 4 റിമൈൻഡർ. ദെൻ 1 × 5 5. 5 + 4 9. ദെൻ 2 × 0 0. 2 × 8 16. അപ്പോൾ 6 ഇവിടെ എഴുതും. 1 റിമൈൻഡർ വരും. 2 × 1 2. 2 + റിമൈൻഡർ 1. അപ്പോൾ 2 + 1 എത്രയായിരുന്നു? 3.
3 എന്ന് വരും. അപ്പോൾ 0 0 9 + 6 എത്രയാണ് 15. അപ്പോൾ 5 1 റിമൈൻഡർ 3 + 1 4. അപ്പോൾ 4500 എന്ന് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 8100 ഡിഗ്രി. ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക 8100 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ആ ഒരു പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട്, എത്ര വശങ്ങളുണ്ടെന്ന് നോക്കിയോളൂ. സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ പോളിഗൺ. ഒരു പോളിഗണിലെ മൊത്തം ആംഗിൾസിൻ്റെ അല്ലെങ്കിൽ മൊത്തം കോണുകളുടെ തുക എത്രയാണ്? 8100 ഡിഗ്രി അല്ലേ, 8100. ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക 8100 ഡിഗ്രി. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് സൈഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അതായത് വശങ്ങളുടെ എണ്ണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു ബഹുഭുജത്തിലെ അല്ലെങ്കിൽ ഒരു പോളിഗണിലെ കോണുകളുടെ ആകെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 × 180 ഡിഗ്രിയാണ്. അതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡാണ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ആൻസർ, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആൻസർ ആയ 8100 ഡിഗ്രി അല്ലെ 8100 ഡിഗ്രി എന്ന് പറയുന്നത് n-2 × 180 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് n-ൻ്റെ വാല്യൂ കിട്ടൂലേ? കിട്ടും. അപ്പോൾ നമുക്ക് അത് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു n-2 × 180 ഈക്വൽ 8100 ഡിഗ്രി നമ്മൾ കൊടുത്തു. n-2 × 180 എന്ന് പറയുന്നത് എത്രയാണ്? 8100 ഡിഗ്രി ആണല്ലോ. 8100 ഡിഗ്രി. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? n-2 ഈക്വൽ, ഇവിടെ ഈ 180 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്തേക്കണം അല്ലേ, n-2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കണം. അപ്പോൾ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അത് ഡിവിഷനായി മാറും. അപ്പോൾ 8100 ഡിവൈഡഡ് ബൈ 180 എന്നാവും. കണ്ടോ? അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? n-2 × 8100 ഡിവൈഡഡ് ബൈ 180 എന്ന് കിട്ടി. ഇനി 8100നെ 180 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അതിന് മുന്നേ ഇവിടെ ഈ 0 ക്യാൻസലായിപ്പോയി. ബാക്കി എത്ര വരും? 810 ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. 810നെ നമുക്ക് 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 810 ഡിവൈഡഡ് ബൈ 18 നോക്കിയോളൂ. നമുക്ക് എന്താ ചെയ്യേണ്ടത്? 810നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 18 × 4 ചെയ്ത് നോക്കൂ. 18 × 4 ചെയ്യുമ്പോൾ 4 × 8 32, 2 3 റിമൈൻഡർ വരും. 1 × 4 4 4 + 3 72. അപ്പോൾ നമുക്ക് എത്ര? 4 × 72 എന്ന് വരും. 72. ഇനി 1ൽ നിന്ന് 2 കുറയ്ക്കണം. 1ൽ നിന്ന് 2 കുറയ്ക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഈ 1 എത്രയാവും? 11 ആവും. 8ൻ്റെ സ്ഥാനത്ത് 7 ആവും. അപ്പോൾ 11 - 2 എത്രയാണ്? 9. ഇവിടെ 7 7 കുറയ്ക്കുമ്പോൾ 0. ഇനി 9 കിട്ടി. ഇനി ഈ 0 ഇവിടോട്ട് താഴ്ത്തി എഴുതുന്നു. അപ്പോൾ 90 ആയി. 18നെ നമ്മളിനി എന്ത് ചെയ്യുന്നറിയാമോ? 18നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. × 5. 18 × 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 × 8 40, 0 4 റിമൈൻഡർ വരും. 1 × 5 5 5 + 4 9. അപ്പം 90 എന്ന് വരും കേട്ടോ. 90. അപ്പോൾ ഇവിടെ എത്രയായി? 0 ആയിപ്പോയി. ഇവിടെ 5 ടൈംസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര നമുക്ക് കിട്ടി? 45 എന്ന് കിട്ടി. അതായത് നമുക്ക് 810നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും. മനസ്സിലായോ? ഇവിടെ നമ്മൾ n-2 = 810 ഡിവൈഡഡ് ബൈ 18 ആണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 45 എന്ന് കിട്ടും. കണ്ടോ? 810നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 എന്ന് കിട്ടും. അപ്പോൾ n-2 എന്ന് പറയുന്നത് n-2 എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് 45 + 2 ആണ്. 45 + 2 ചെയ്യുമ്പോൾ 47 എന്ന് വരും. 47. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 47 ആണ്. അങ്ങനെയാണ് ഇത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ആൻസർ 47 കിട്ടിയ വിധം മനസ്സിലായാലും എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 47. 8100 എന്ന് പറയുന്ന ആംഗിളുള്ള ഒരു പോളിഗണിലുള്ള എല്ലാ സൈഡിൻ്റെയും കൂടെ തുക അല്ലേ, അതിനുള്ള മൊത്തം സൈഡുകളുടെ എണ്ണം എന്ന് പറയുന്നത്, മൊത്തം വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 47 ആയിരിക്കും. അപ്പോൾ വശങ്ങളുടെ എണ്ണം എത്രയാണ്? 47. അടുത്ത ക്വസ്റ്റ്യൻ, ഇസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈക്വൽ ടു 1000 ഡിഗ്രി എക്സ്പ്ലെയിൻ. അതായത് ഏതെങ്കിലും ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 1000 ഡിഗ്രി ആകുമോ? കാരണം വിശദമാക്കുക. നോക്കിയോളൂ. ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 180 ഡിഗ്രി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പോളിഗണിൻ്റെ ടോട്ടൽ ആംഗിൾ, സം ഓഫ് ദി ആംഗിൾ അല്ലെങ്കിൽ കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് 180ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 180ൻ്റെ ഗുണിതങ്ങളായിരിക്കും. ഏതൊരു ബഹുഭുജത്തിൻ്റെയും കോണുകളുടെ ആകെ തുക 180 ഡിഗ്രിയുടെ ഗുണിതമാണ്.
ഇനി സോ ലെറ്റ്സ് ഡിവൈഡ് 1000 ബൈ 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ 1000 ഡിഗ്രി ആണല്ലോ കോണുകളുടെ ആകെ തുക എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 1000നെ നമ്മൾ 180 ഡിഗ്രി കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 180 ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 5.55 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. 5.55. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു നമ്പറാണ് 5.55 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. 180 ഡിഗ്രി കൊണ്ട് 1000നെ പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ എന്ത് വരുന്നു, റിമൈൻഡർ വരും അല്ലേ, റിമൈൻഡർ വരും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 1000 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 180 ഡിഗ്രി. അപ്പോൾ 1000 എന്ന ആ ഒരു സംഖ്യ 180ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല, 180ൻ്റെ ഒരു ഗുണിതമല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. Therefore, the sum of the angles of a polygon cannot be 1000 ഡിഗ്രി. അതുകൊണ്ട് ഒരു പോളിഗണിൻ്റെ ആംഗിൾ 1000 ഡിഗ്രി ആകത്തില്ല. ഇവിടെ 1000 എന്ന സംഖ്യ 180ൻ്റെ ഗുണിതമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ ബഹുഭുജത്തിലെ കോണുകളുടെ തുക 1000 ഡിഗ്രി ആകില്ല. ഇങ്ങനെയാണ് നമ്മളിവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അടുത്ത ഈ പേജ് നമ്പർ 65 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. എ 20-sided polygon ഹാസ് ഈക്വൽ ആംഗിൾസ്. ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ? ഒരു 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. ഓരോന്നും എത്ര ഡിഗ്രിയാണെന്ന്. അപ്പോൾ നോക്കിയുള്ളൂ, നമ്പർ ഓഫ് സൈഡ്സിൻ്റെ പോളിഗൺ, ഒരു പോളിഗണിലെ അല്ലെങ്കിൽ ഒരു ബഹുഭുജത്തിലെ ആകെ വശങ്ങളുടെ എണ്ണം എത്രയാണ്, 20 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി സം ഓഫ് ദി ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 × 180. ഇവിടെ n തന്നിട്ടുണ്ട്, എത്രയാണ്, 20. അപ്പോൾ 20 - 2 × 180. ഇപ്പോൾ 20ൽ നിന്ന് 2 നമുക്ക് കുറയ്ക്കുമ്പോൾ 18 എന്ന് കിട്ടും. അപ്പോൾ 18 × 180 എന്ന് കിട്ടും. 18നെ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3240, 3240 ഡിഗ്രി എന്ന് കിട്ടും. 18 × 180 ആണ് ചെയ്യേണ്ടത്. അപ്പം 180 × 18, 8 × 0 0, 8 × 8 64. അപ്പം 4, 6 റിമൈൻഡർ, 1 × 8 8, 8 + 6 14. അപ്പം ഇതെങ്ങനെ കിട്ടും, 1440. ഇനി 1 × 0 0, 1 × 8 8, 1 × 1 1. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 0. അപ്പോൾ 0, 4 + 0 4, 8 + 4 8 4 എത്രയാണ്, 12. അപ്പോൾ 2 റിമൈൻഡർ 1. ഇനി 1 + 1 2, 2 + 1 3. അപ്പം 3240 കിട്ടിയല്ലോ. അപ്പം നമുക്ക് മൊത്തം സം ഓഫ് ദി ആംഗിൾസ് അല്ലെങ്കിൽ ആകെ കോണുകളുടെ തുക എത്ര കിട്ടി, 3240, 3240 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കാനുള്ളത്, ഒരു പോളിഗണിൽ 20 ആംഗിൾസ് ഉണ്ട്, 20 ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ ടോട്ടൽ ആംഗിൾസ് നമുക്ക് കിട്ടി 3240 എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. എല്ലാ ആംഗിളും ഈക്വൽ ആണ്, അതിൽ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ, ഇഫ് ഓൾ ദ ആംഗിൾസ് ഇൻ എ പോളിഗൺ ഹാവ് ദ സെയിം മെഷർ, ഒരു ബഹുഭുജത്തിലെ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്, ദെൻ ദ മെഷർ ഓഫ് വൺ ആംഗിൾ, അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിളിൻ്റെ മെഷർ എത്രയാണ്, 3240നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3240 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 162 ഡിഗ്രി എന്ന് കിട്ടും. 3240 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ 162 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു കോണിൻ്റെ അളവ് അല്ലെങ്കിൽ ഒരു ആംഗിളിൻ്റെ അളവ് എത്രയാണ്, മെഷർ ഓഫ് വൺ ആംഗിൾ എത്രയാണ്, 162 ഡിഗ്രി. ഇവിടെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, 3240 ഡിവൈഡഡ് ബൈ 20 ആണ് ചെയ്യാനുള്ളത്. ഈ 0 ക്യാൻസലായി പോയി, ബാക്കി എത്രയുണ്ട്, 324/2 അല്ലേ. അപ്പം 324ന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 × 1 2 അല്ലേ. അപ്പോൾ 3 ന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 1, അപ്പോൾ 2 താഴത്തെ എഴുതി, അപ്പോൾ എത്രയാവും, 12 ആവും. അപ്പോൾ 6 × 2 ആണ് 12. അപ്പം എത്രയായി, 16 ആയി. ഇനി അടുത്ത 4 ഉണ്ട്, അപ്പോൾ 2 × 2 4, അപ്പോൾ 4, അപ്പോൾ 0 ആയിപ്പോയി. അപ്പോൾ എത്ര കിട്ടി നമുക്ക്, 162. കണ്ടോ, ഇങ്ങനെയാണ് 162 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 162 ഡിഗ്രി എന്ന് കിട്ടി. അതാണ് ഒരു കോണിൻ്റെ അളവ് അല്ലെങ്കിൽ മെഷർ ഓഫ് വൺ ആംഗിൾ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ 65 പേജ് നമ്പർ 65 എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.